അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു നൽകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അവനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ വളരെയധികം വിശാലമാണ് എന്ന് നമുക്കറിയാം. വളരെ സുന്ദരമായ ഒരുപാട് നിലപാടുകളുള്ള പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ദീൻ ഒരുപാട് ഏതൊരു മനുഷ്യനും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവനക്ക് അറിയാൻ കഴിയും പരിശുദ്ധമായ ദീനിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഇതിൽ അക്രമമുണ്ടോ, അനീതിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇസ്ലാമിനെ ആയത്തിൽ അറിയാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാകും. അതിൻ്റെ മേലെ ഇങ്ങനെ തൊട്ടുപോയി കഴിഞ്ഞാൽ ആർക്കും തന്നെ തിരിയില്ല കേട്ടോ. അത് വേറെ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വരും കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങൾ മുഴുവനും നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തക്കും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ. പരിശുദ്ധമായ ദീനിൽ ഒരാൾ വിശ്വസിച്ച് കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആഫിയത്തുള്ളൊരു സമയം, ദീനിൻ്റെ നല്ല സുഖകരമായ സന്തോഷമുള്ളൊരു സമയം അത് ആദ്യ കാലഘട്ടം തന്നെയാണ്. ദീനിൻ്റെ പരിശുദ്ധമായ ദീൻ വന്ന ആ ഒരു ആദ്യ സമയങ്ങളിൽ തന്നെയാണ്. വളരെയധികം സന്തോഷത്തോടെയായിരുന്നു അന്ന് പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എന്ന് നമുക്കറിയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, വസയുസീബു ആഖിറഹ ബലാഉൻ ശദീദ്. ഈ പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനിന് അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ അവനിക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യ സമയങ്ങളിൽ പോലെയല്ല, അവസാന സമയങ്ങളിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉമൂറുൻ തുൻകിറൂനഹ, ഒരിക്കലും തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് പരീക്ഷണങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. വതജീഉ ഫിത്തനുൻ, വലിയ ഫിത്തനകൾ അവനെ തേടി വന്നുകൊണ്ടേയിരിക്കും. വയുറഖിഖു ബഅലുഹാ ബഅലൻ, ചിലതിനിങ്ങനെ ലഘുവാക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ദീനിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഉണ്ടായതിനേക്കാൾ വലിയൊരു ഫിത്തന അടുത്തത് വരിക, പിന്നെയും വലിയൊരു ഫിത്തന, ഇങ്ങനെ അടിക്കടിക്കായിട്ട് ഫിത്തനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മുമ്പിൽ. ആ ഫിത്തന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫയഖൂലുൽ മുഅ്മിനീങ്ങളായ ആളുകൾ പറയും, ഹാദിഹി മുഹ്ലഖത്തി, ഇവിടെ ഞാൻ മരിക്കും, ഇവിടെ ഞാൻ നശിക്കും, ഈ ഒരു ഫിത്തനയിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, പടച്ചോനെ എന്തൊരു ഫിത്തനയാണ് ഇത് എന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ പറയും. സുമ്മ തുൻകശഫു, അങ്ങനെ ആ ഫിത്തന ഇല്ലാതെയായി മാറും. വതജീഉൽ ഫിത്തനു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഫിത്തന വന്നുകൊണ്ടിരിക്കും. ഫയഖൂലുൽ മുഅ്മിനു ഹാദിഹി. അപ്പോൾ മുഅ്മിനീങ്ങൾ പറയാണ് ഈ ഒരു ഫിത്തനയെ കുറിച്ചിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുത്തുനബി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണ് എന്ന്. ഇന്ന് നമ്മുടെയൊക്കെ കേരളക്കരയിൽ സത്യം പറഞ്ഞാൽ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വലിയ പ്രയാസമില്ല. നമ്മുടെ ഇവിടുന്ന് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ വിട്ടുകഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്നുണ്ട് എത്രത്തോളം വലിയ പ്രയാസമാണ് ദീനിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരു മനുഷ്യനിലേക്ക് ഫിത്ന അവസാന കാലഘട്ടമാകുമ്പോൾ മനുഷ്യരിലേക്ക് ഫിത്ന വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ആ ഫിത്നയുടെ പേരിൽ അവർ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ഫിത്ന വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കൂ, താടി വെച്ചതിൻ്റെ പേരിൽ, തൊപ്പി വെച്ചതിൻ്റെ പേരിൽ, അല്ലേ, ഇന്ന് വെള്ള വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ, ഇതിൻ്റെ പേരിലൊക്കെ ഇന്ന് മുസ്ലിമായി ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി നടന്നതിൻ്റെ പേരിൽ ഇന്ന് നടു റോഡുകളിൽ വെച്ച് തല്ലിച്ചതക്കാണ്, വെട്ടിപ്പരിക്കേൽപ്പിക്കാണ്. എന്നിട്ട് ചോദിക്കാനും പറയാനും നിയമങ്ങൾ വരെ മടിക്കുന്ന, പേടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിയമപാലകരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെയൊക്കെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു നീചമായ രീതിയിലാണ് പോകുന്നത് എന്ന കാര്യത്തിൽ വളരെയധികം നമുക്ക് സങ്കടമുണ്ട്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ സുഖകരമായ ദീനിൽ ജീവിക്കാൻ കഴിയുന്ന സമയം അതാദ്യമാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ നിങ്ങളിലേക്ക് മുസീബത്ത് എത്തും. അതെങ്ങനത്തെ മുസീബത്താ? ബലാഉൻ ശദീദുൻ, ശക്തമായ മുസീബത്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക മുസ്ലിമീങ്ങളെ തന്നെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു പാഠത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ.
എത്രത്തോളം സത്യമാണ് ഈ കാര്യം എന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ല ഈ ഒരു കാര്യം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമ്മയോട് പറഞ്ഞ, ഇവിടെ നമ്മോട് ആ ഒരു മക്കയിൽ ഒരു പള്ളിക്കുടത്തിൽ പോയിട്ടില്ലാത്ത, അറേബ്യൻ രാജ്യത്തിൻ്റെ മണ്ണിൽ വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച, വളരെയധികം സ്നേഹങ്ങൾ കൊടുത്ത് തൻ്റെ ജീവിതത്തിലൂടെ വലിയ സമ്മാനങ്ങൾ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് ബോധനം കൊടുത്ത ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ പറഞ്ഞ ഈ ഒരു അധ്യാപനം എത്ര വലിയ സത്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? ഇന്ന് നമ്മൾ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളിൽ തന്നെ ശാസ്ത്രീയമായ വശങ്ങളിൽ, അതേപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ നിൽക്കേണ്ടത്, തൻ്റെ ഭാര്യയോട്, തൻ്റെ ഉമ്മയോട്, ബാപ്പയോട്, മക്കളോട് ഏത് രൂപത്തിലൊക്കെയാണ് ചിലവഴിക്കേണ്ടത് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ഹദീസ് എത്ര വലിയ സത്യമാണ്. അവസാന കാലഘട്ടത്തിൽ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ പ്രയാസമുണ്ടാകട്ടോ എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ. ഇന്ന് നമ്മുടെ മക്കളുടെ മുമ്പിൽ തെറ്റിലേക്ക്, നമ്മുടെ മുമ്പിൽ തെറ്റിലേക്ക്, അതേപോലെ തന്നെ അള്ളയുണ്ടോ, പരിശുദ്ധ ദീനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് എന്താണ് നമസ്കരിച്ചിട്ട് കാര്യം, എന്താണ് നോമ്പെടുത്തിട്ട് കാര്യം? ഈ അടുത്തൊരു ഉമ്മ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദ് എൻ്റെ മകന് ചോദിക്കുകയാണ്, നിസ്കരിച്ചിട്ട് എന്താ അമ്മ കാര്യം എന്ന് വരെ ചോദിച്ചു. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പടച്ചോനെ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് നമസ്കരിക്കാനും അള്ളാഹുവിനെ അറിയാനും ദീനിൽ വിശ്വസിക്കാനും ഒക്കെ പടച്ച റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ ഒരു സാധ്യതകൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ കൂടുതലാണ്, നമ്മുടെ മുമ്പിൽ കൂടുതലാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു തടയിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചെറുപ്പം മുതൽക്കേ നമ്മളതിന് പരിശ്രമിച്ച് പോരണം കേട്ടോ. ചെറുപ്പം മുതൽക്കേ നമ്മുടെ മക്കളെ ആ നല്ല വഴികളിൽ നടത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ ദീനിൻ്റെ വഴിയിൽ നമുക്ക് കിട്ടും. അല്ല എങ്കിൽ പുതിയ ചിന്തയിലേക്കും പുതിയ വാദഗതികളിലേക്കും നമ്മുടെ മക്കൾ കടന്നു പോകും. അള്ളയുണ്ടോ, ദീനുണ്ടോ, ഔലിയാക്കളുണ്ടോ, അവരൊക്കെ എന്തിനാ സ്നേഹിക്കുന്നത് എന്ന രൂപത്തിൽ വരെ, ഈ ഇവിടുന്ന് കഴിഞ്ഞില്ലേ ഇന്ന രൂപത്തിൽ വരെ നമ്മുടെ മക്കളായി മാറും എന്നതിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ ഇസ്സത്ത് അള്ളാഹു, ദീനിൻ്റെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈമാൻ അള്ളാഹു നൽകട്ടെ. മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. നല്ല ചിന്തയിൽ നല്ല രൂപത്തിൽ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കടം വീടാൻ വേണ്ടി പ്രത്യേകം ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബ് എല്ലാവരുടെയും കടം അള്ളാഹു വീട്ടി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.